Toon Bells. അയ്യോ, നിങ്ങളെന്തിനാ ഈ ആടിനെയും കൊണ്ടുവന്നത്? എന്താ, ഇതാണോ ഇന്നത്തെ നമ്മുടെ ഡിന്നർ? അയ്യോ, അല്ല അല്ല റാണി, ഇതിനെ വേട്ടയായിട്ടല്ല, നമ്മുടെ മകളാക്കാനാണ് കൊണ്ടുവന്നത്. താങ്കൾ എന്താ ഈ പറയുന്നത്? ഗ്രീൻലാൻഡ് കാട്ടിൽ എല്ലാ മൃഗങ്ങളും വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അവിടുത്തെ രാജാവ് ഷേർഖാൻ കഴിഞ്ഞ 2 വർഷങ്ങളായി തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അവർക്ക് കുട്ടികളെ ഉണ്ടായില്ല. ഒരു ദിവസം ഒരു ചെറിയ ആട് കരഞ്ഞുകൊണ്ട് കാടിനകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഈ കാട് എനിക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെയും എനിക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊണ്ടുപോകണേ. അവൾ കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ ഷേർഖാൻ മുൻപിലേക്ക് വന്നു. അയ്യോ, ഒരു ആട് എന്റെ കാട്ടിൽ? എന്റെ പേര് ചിങ്കി എന്നാ. ഞാൻ ബ്ലൂലാൻഡ് കാട്ടിൽ എന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. കുറച്ചുനാൾ മുൻപ് അവർ മരിച്ചുപോയി. അതിനുശേഷം അവിടെ എന്റെ ജീവൻ തന്നെ ഭീഷണിയില്ല. മാംസഭോജികളായ മൃഗങ്ങൾ എന്നെ അവരുടെ ഡിന്നർ ആക്കാൻ നോക്കി. ഞാൻ അവിടുന്ന് ഓടി വന്നതാ. എന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഓടി നടക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇനി ഏതെങ്കിലും കാട്ടിൽ എത്തിപ്പെട്ടാൽ അവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേട്ടയായി മാറാം. നീ അനാഥയാണോ? അവളുടെ കഥ കേട്ട് ഷേർഖാന് അവളോട് ദയ തോന്നി. വാ, എന്റെ കൂടെ വാ. വിഷമിക്കണ്ട, എന്റെ കാട്ടിൽ നിന്റെ ജീവന് ഒരു ഭീഷണിയും വരില്ല. ഷേർഖാൻ ആടുമായി ഗുഹയിലേക്ക് പോയി. പെൺസിംഹവും അവളെ കണ്ട് സന്തോഷിച്ചു. അയ്യോ, നിങ്ങളെന്തിനാ ഈ ആടിനെയും കൊണ്ടുവന്നത്? എന്താ, ഇതാണോ ഇന്നത്തെ നമ്മുടെ ഡിന്നർ? അയ്യോ, അല്ല അല്ല റാണി, ഇതിനെ വേട്ടയായിട്ടല്ല, നമ്മുടെ മകളാക്കാനാണ് കൊണ്ടുവന്നത്. താങ്കൾ എന്താ ഈ പറയുന്നത്? ഹാ, ഇന്നു മുതൽ ഇവൾ നമ്മുടെ മകളാണ്. ഭഗവാൻ നമ്മളെ കുട്ടികളില്ലാതെയാക്കി. എന്നാൽ നമ്മുടെ അടുത്തേക്ക് ഈ അനാഥയായ ആടിനെ അയച്ചു. ഇതിനെ നമുക്ക് ദത്തെടുക്കാം. ഇതിന്റെയും നമ്മുടെ ജീവിതവും വളരെ നല്ലതായി മാറും. അവൾ അനാഥയാണെന്നുള്ള കാര്യം കേട്ട് പെൺസിംഹത്തിന്റെ മനസ്സലിഞ്ഞുപോയി. അവൾ ആടിനെ കൊഞ്ചാനും തുടങ്ങി. പതുക്കെ പതുക്കെ കാട് മുഴുവൻ ഈ വാർത്ത പടർന്നു. ഷേർഖാൻ ആടിനെ ദത്തെടുത്തിരിക്കുന്നു. എല്ലാ മൃഗങ്ങളും തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ പറയുന്നത്? ഷേർഖാന് പിള്ളാറില്ലാത്തത് കൊണ്ട് അയാൾ ഒരു ആടിനെ കൊണ്ടുവന്നു. അങ്ങനെ ദത്തെടുക്കണമെങ്കിൽ വേറെ ഒരുപാട് മൃഗങ്ങളില്ലേ? അയാളെന്തിനാ ഒരു ആടിനെ ദത്തെടുത്തത്? ആടൊരിക്കൽ കുളത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കഴുതപ്പുലി അവളെ കണ്ടു. ഇന്ന് നല്ലൊരു തക്കടമുണ്ട ആടിനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇന്ന് എനിക്ക് പാർട്ടി തന്നെ. അവൻ അവളെ ആക്രമിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ കുറുക്കൻ അവനെ വന്ന് തടഞ്ഞു. അയ്യോ, നീ എന്താ ചെയ്യുന്നത്? ഇത് ഷേർഖാന്റെ മകളാ. എന്താ, ഒരു ആടോ? ഇത് കേട്ടപ്പോൾ കഴുതപ്പുലി ആടിന് നേരെ നോക്കി. പിന്നെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. അയ്യോ, ഒരാട്ടിൻകുട്ടിക്ക് എങ്ങനെ ഷേർഖാന്റെ മകളായി മാറാൻ പറ്റും? എന്താ, ജനിക്കുന്ന സമയത്ത് പെൺസിംഹത്തിന്റെ ദേഹത്ത് ആടിന്റെ പ്രേതം കയറിയോ? ഇത് കേട്ടപ്പോൾ ആടിനൊരുപാട് സങ്കടം തോന്നി. നിങ്ങൾക്ക് എന്റെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, എന്നോട് സ്നേഹം കാണിക്കൂ, ഇത് ഷെയറും ചെയ്യൂ. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സന്ദേശം എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ, നിങ്ങൾ ഏതെങ്കിലും അനാഥയെ സ്വന്തമാക്കുമോ? എന്നാൽ വീണ്ടും അവൾ മൃഗങ്ങൾ പറയുന്നത് കേൾക്കാൻ കാതോർത്ത് നിന്നു. പതുക്കെ പതുക്കെ 1 വർഷം കടന്നുപോയി. ഷേർഖാൻ ഒരു സഭ വിളിച്ചുകൂട്ടി. എന്റെ മകൾ ചിങ്കിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ്. എല്ലാ മൃഗങ്ങളെയും അറിയിക്കുകയാണ്. ഈ അറിയിപ്പ് അടുത്തുള്ള കാടുകളിലും അറിയിപ്പിക്കുക. ഷേർഖാൻ പറയുന്നത് കേട്ട് എല്ലാ മൃഗങ്ങളും നിശബ്ദരായി നിന്നു. എന്നാൽ പിന്നീട് അവർ കളിയാക്കാനും തുടങ്ങി. എന്റെ ദൈവമേ, നമ്മുടെ രാജാവ് ഷേർസിംഗിന് ഇത് എന്ത് പറ്റി? ആദ്യം ആടിനെ ദത്തെടുത്തു, ഇപ്പോൾ സ്വയംവരം ജയിപ്പിക്കാൻ പോകുന്നു. എനിക്കിപ്പോൾ ഈ കാട്ടിൽ ജീവിക്കാൻ തന്നെ നാണം തോന്നുന്നു. എല്ലാ മൃഗങ്ങളും ഇങ്ങനെ ഷേർഖാനെ പറ്റി മോശമായി പറഞ്ഞു. എന്നിട്ട് അവർക്ക് കൊടുത്ത ജോലി ചെയ്യാനും തുടങ്ങി.
ഹേ ജംബുവാനെ, നീയോ? അതേ സഹോദര, നമ്മുടെ രാജാവിന്റെ അടുത്തു നിന്നും ഒരു വളരെ വലിയ സന്ദേശമുണ്ട്. അദ്ദേഹം കുറച്ചുനാൾ മുൻപേ ഒരു ആടിനെ ദത്തെടുത്തിരുന്നു. ഇപ്പോൾ അതിന്റെ സ്വയംവരം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കാട്ടിൽ നിന്നും ആരെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയംവരത്തിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ ആരൊക്കെയാ പങ്കെടുക്കേണ്ടത്? സിംഹമോ ആടോ? പെൺസിംഹത്തിനൊരു വാർത്ത കിട്ടി. അവൾക്കു വേണ്ടി അവരുടെ കാട്ടിൽ നിന്നല്ല, അടുത്തുള്ള കാടുകളിൽ പോലും അങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകൾ പകരുന്നു. ഇത് കേട്ട് അവൾക്ക് നന്നായി ദേഷ്യം വന്നു. നീ കാരണം കാട് മുഴുവൻ ഞങ്ങളെപ്പറ്റി മോശമായി പറയുക. നീ ഞങ്ങളുടെ മകളല്ല. നീ എന്താണ് ഈ പറയുന്നത് റാണി? ഇത് നമ്മുടെ മകളാണ്. ഇവളുടെ സ്വയംവരം നമ്മുടെ കാട്ടിൽ തന്നെ നടക്കണം. ഇനി ഇവളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. അവർക്കിടയിൽ വഴക്കുണ്ടായി. എന്നാൽ ഷേർഖാൻ തന്റെ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോയതേയില്ല. വൈകുന്നേരമായപ്പോൾ കാട്ടിൽ വലിയ വിരുന്നൊരുക്കി. അങ്ങനെ സ്വയംവരത്തിനുള്ള സമയവും വന്നു. ആട് ഒരു വശത്ത് നിന്നു. അവരുടെ അടുത്തായി കുറച്ച് മൃഗങ്ങളും നിന്നു. മോളെ, ഈ മത്സരാർത്ഥിയിൽ നിന്നും നിന്റെ ആളെ തിരഞ്ഞെടുക്കൂ. ആട് എല്ലാ മൃഗങ്ങളെയും നോക്കി. പിന്നെ പറഞ്ഞു, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആരാണോ ശരിയായി പറയുന്നത്, ഞാൻ അവരെ കല്യാണം കഴിക്കാം. എല്ലാവരും അവളെ അപ്പോൾ ശ്രദ്ധയോടെ നോക്കി. ഏതെങ്കിലും മൃഗങ്ങൾ അനാഥരായാൽ അവരെ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അതിനെ അവിടെ തന്നെ വിട്ടിട്ടങ്ങ് പോകണം. അവർക്ക് അവിടെ നല്ല ഭക്ഷണം കിട്ടും. അവർക്ക് അവരുടെ ജീവിതം സന്തോഷമായി അവിടെ ജീവിക്കാം. ഇത് കേട്ട് ചുമന്ന ആട് മിണ്ടാതെ നിന്നു. അപ്പോൾ വെള്ളയാട് പറഞ്ഞു, നമ്മൾ അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നാൽ അവർക്ക് അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മ പോലും വരരുത്. കാരണം ഭക്ഷണം മാത്രം കൊണ്ട് ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ സമാധാനവും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിന്റെ ഉത്തരം വളരെ ശരിയാണ്. ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഏഹേ, ഏഹേ. അങ്ങനെ ആടിനെ ആഡംബരമായി കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതിനുശേഷം ഷേർഖാനും പെൺസിംഹവും തനിയെയായി. എന്നാൽ കുറച്ചു ദിവസത്തിനു ശേഷം പെൺസിംഹം ഒരു കുട്ടിക്ക് ജന്മം നൽകി. അതുകണ്ട് എല്ലാവരും അമ്പരന്ന് നിന്നു. നിങ്ങൾ എല്ലാവരും ഇത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആ ആടിനെ എന്തുകൊണ്ട് ദത്തെടുത്തുവെന്ന്, എങ്ങനെയാണ് ഞങ്ങൾ അമ്മയും അച്ഛനും ആയതെന്ന്. എല്ലാവരും ഷേർഖാനെ നോക്കുന്നത് എങ്ങനെയെന്നാൽ അവരുടെ മനസ്സിലും ഇതേ ചോദ്യം തന്നെ ഓടുന്നുണ്ടായിരുന്നു. 2 വർഷത്തിനു മുൻപ് ഞാൻ എൻ്റെ പാവപ്പെട്ട സുഹൃത്തിനെ കണ്ട് കാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കപ്പോൾ നന്നായി വിശന്നിരുന്നു. ഞാൻ വേട്ട അന്വേഷിച്ചു. എന്നാൽ ദൂരെ പോലും എനിക്ക് ഒരു വേട്ടയും കാണാൻ പറ്റിയില്ല. കുറച്ചു ദൂരം നടന്ന ശേഷം ഒരു ഗ്രാമത്തിൽ എനിക്കൊരു കുഞ്ഞാടിനെ കാണാൻ പറ്റി. എനിക്കപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതിനെ അപ്പോൾ തന്നെ വേട്ടയാടി. ഞാൻ എൻ്റെ വിശപ്പ് അടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ആട് വന്നു. ഞാൻ ആ ആടിനെ തിന്നുന്നത് കണ്ട് അത് ഉറക്കെ കരഞ്ഞു. നീ എന്റെ പാവം മകളെ കൊന്നു തിന്നു. ദൈവം ഒരിക്കലും നിന്നെ ഒരു അച്ഛനാക്കില്ല. നീ എപ്പോൾ വരെ എന്റെ മകളെ കൊന്നതിന് പ്രായശ്ചിത്തം ചെയ്യുന്നില്ലയോ, അതുവരെ നീ ഒരു അച്ഛനാകാൻ പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ എന്റെ തലയും കാലും നിന്ന് കറങ്ങാൻ തുടങ്ങി. 1 വർഷമായി കുട്ടികൾ ഉണ്ടാകാതെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ആ ആട് അമ്മയുടെ ശാപം കൊണ്ടാണെന്ന്. എന്നാൽ എനിക്ക് മനസ്സിലായിരുന്നതേയില്ല ഞാൻ ആ പാപത്തിന് പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ഒരിക്കൽ എനിക്ക് ആടിനെ കാണാൻ പറ്റി. അവൾ പറഞ്ഞു അവൾ അനാഥയാണെന്ന്. അപ്പോൾ ഞാൻ അവളെ ദത്തെടുത്തു. അവളെ എൻ്റെ മകളെപ്പോലെ നോക്കി അവൾക്ക് സ്വയംവരവും നടത്തി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ പാപത്തിനുള്ള പ്രായശ്ചിത്തമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. അവളെ ദത്തെടുത്ത ശേഷം റാണി ഗർഭിണിയായി. അവളുടെ സ്വയംവരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അച്ഛനും അമ്മയുമായി. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും ആരൊക്കെയാണോ ഷേർസിംഗ് ചെയ്തത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് കളിയാക്കിയോ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായി. ഷേർഖാനും പിന്നെ സിംഹവും തന്റെ മകൻ ഷേരുവിനോടൊപ്പം സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിച്ചു.